ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. വീണ്ടും നമുക്ക് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിയാം. ഇന്ന് നമ്മുടെ ചിന്താവിഷയം പുറപ്പാട് പുസ്തകം 32 അധ്യായത്തിൻ്റെ 7 വാക്യം മുതൽ 14 വാക്യം വരെയുള്ള ചരിത്രമാണ്. വളരെ ഭീകരമായ ഒരു ചരിത്രമായ ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ എഴുതിയിരിക്കുന്നത്. ദൈവത്തെ ക്രൂരിതനാക്കി ദൈവം മോശയോട് നീ അങ്ങോട്ട് മാറി നിൽക്കുക, ഞാൻ ഇവരെ നശിപ്പിക്കാൻ പോവാമെന്ന് പറയുമ്പോൾ മോശ കയറി ഇടപെട്ടുകൊണ്ടാണ് ഈ ദൈവജനത്തിനെ ദൈവം ന്യായം വിധിക്കാതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. 7 വാക്യം മുതൽ 14 വാക്യം വരെ ഉള്ള വേദവാക്യമാണ് നമ്മുടെ ചിന്താവിഷയം. ഇവിടെ പല കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഈ പുറപ്പാട് പുസ്തകത്തിൽ മോശ കയറി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം ഇവരെ ന്യായം വിധിക്കുന്നത് നശിപ്പിച്ച് കളയാനായിട്ടുള്ള പദ്ധതിയായിരുന്നു. മോശ ആണ് ഇത് ഈ ന്യായവിധി വരാതിരിക്കാനായിട്ട് കാരണം. ഇങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ ചില പ്രകൃതി നമുക്ക് ഈ പെരുമാറ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ വരാനിരുന്ന ന്യായവിധിയെ മോശ തടുക്കുന്നു. തന്നെയല്ല, ഈ ന്യായവിധിയെ ദൈവം മാറ്റിവെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ നോക്കുന്നുണ്ട്. ഇത് 1-2 തവണയൊന്നുമല്ല, പല തവണയായിട്ട് ദൈവജനം ദൈവത്തെ കോപിതനാക്കി. പലയിടത്തായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ദൈവജനം കാണിക്കുന്നു, ശാഠ്യത്തോടെ സംസാരിക്കുന്നു, ദൈവഭക്തൻ്റെ എതിരെ സംസാരിക്കുന്നു, അനുസരണക്കേട് കാണിക്കുന്നു. ഇതെല്ലാം കാണിക്കുമ്പോൾ പലതവണയായിട്ട് ദൈവം അവരെ ശിക്ഷിക്കുന്നുമുണ്ട്. ഇവരുടെ പിന്നീടുള്ള ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. അവിടെയെല്ലാം ദൈവം അവരെ മൊത്തമായി ന്യായം വിധിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലയിടത്തും ന്യായവിധി ഉണ്ട്, അതായത് ദൈവത്തിൻ്റെ ശിക്ഷ അവരുടെ മേൽ വരുന്നു. എങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ദയയും അവരുടെ മേൽ ഇന്ന് വിട്ടുമാറുന്നില്ല എന്നാണ് നമ്മൾ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ഒരു വേദവാക്യം യെശയ്യാ പ്രവചനം 48 അധ്യായത്തിൻ്റെ 8, 9, 10 ഉള്ള വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയെ അവിടെ ഒന്ന് ആകർഷിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് ദൈവം ന്യായവിധി മാറ്റിവെച്ചു. അതായത് എൻ്റെ നാമനിമിത്തം ന്യായവിധി മാറ്റിവെച്ചു, അല്ലെങ്കിൽ ന്യായവിധി ഡിലേ ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ ക്രോധത്തെ താമസിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. ഇവിടെയും പ്രധാനപ്പെട്ട വിഷയം ഇത് ദൈവത്തിൻ്റെ നാമം നിമിത്തം ഇവരോട് ദൈവത്തിൻ്റെ ക്രോധം വരാൻ താമസിച്ചു. തന്നെയല്ല, ദൈവത്തിൻ്റെ നാമനിമിത്തം ഇവരുടെ ഈ പെരുമാറ്റം കാരണം ഇവർ ദൈവത്തിൻ്റെ വിശുദ്ധിയെ വയലേറ്റ് ചെയ്തതിൻ്റെ കാരണമായിട്ട് ഇവരെ ദൈവം നശിപ്പിക്കുന്നില്ല. അതിൻ്റെ കാരണവും നമ്മൾ കാണുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ മഹിമയെ വേറൊരാൾക്ക് വിട്ടുകൊടുക്കാനായിട്ട് ദൈവത്തിന് ആഗ്രഹമില്ല. അപ്പം ഈ യെശയ്യാ പ്രവചനത്തിലാണ് നമ്മൾ പിന്നെ കാണുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ വരാതിരുന്നത്. അത് ആരുടെയും ഗുണകരണം കൊണ്ടൊന്നുമല്ല, ആരുടെയും മെരിറ്റുമല്ല, ആരോടുള്ള സഹതാപവും ഒന്നുമല്ല. സ്വന്തം നാമം ഫോർ ദ സേക്ക് ഓഫ് മൈ നെയിം ഐ ഡിലേ മൈ വ്രാത്ത്. ക്രോധത്തെ താമസിക്കുന്നത് ദൈവത്തിൻ്റെ നാമനിമിത്തം ആണെന്നാണ് നമ്മൾ ഈ യെശയ്യാ പ്രവചനം 48 നമ്മൾ കാണുന്നത്. വീണ്ടും അതേ ഒരു ആശയത്താണ് നെഹമ്യാവിൻ്റെ പുസ്തകം 9 അധ്യായത്തിൽ, അതായത് നെഹമ്യയുടെ പ്രാർത്ഥനയിൽ 9 അധ്യായത്തിൻ്റെ 30
31 വാക്യത്തിൽ നമ്മൾ ഒരു ദൈവത്തിൻ്റെ ഒരു വേറൊരു പ്രകൃതിയെ, നേച്ചറിനെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരെ എത്ര ദൈവത്തോട് ശാഠ്യം കാണിക്കുകയോ അഹങ്കാരവും അനുസരണക്കേട് കാണിക്കുമ്പോൾ ഇവിടെ ദൈവം ഒരു മഹാദയും ദീർഘക്ഷമയും, അതായത് ഗ്രേഷ്യസ് ആൻഡ് കമ്പാഷനേറ്റ് ഗോഡാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അതായത് ന്യായവിധി വരാതിരിക്കുന്നത് മഹാദയ ആണെന്ന് അതിന് കാരണം ആയിട്ട് നമ്മൾ കാണുന്നത്. അതായത് അവരെ നശിപ്പിച്ച് അവരെ ഉപേക്ഷിക്കാതെ അവരുടെ അന്ത്യം കാണാതിരിക്കുന്നത് ഗ്രേഷ്യസ് ആൻഡ് കമ്പാഷനേറ്റ് ഗോഡ്, അതായത് കൃപയും കരുണയും നിറഞ്ഞ ഒരു ദൈവമായതുകൊണ്ടാണ് ഇവരെ ദൈവം മൊത്തമായിട്ട് ഉന്മൂല നാശം വരാതിരിക്കുന്നത്. ഇത് ദൈവമക്കൾക്ക് നമുക്ക് ഇന്ന് സഭായുഗത്തിൽ അല്ലെങ്കിൽ കൃപായുഗത്തിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയായ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ വിശ്വസിച്ച, വീണ്ടും ജനിച്ച, അല്ലെങ്കിൽ പുതുതായി ജനിച്ച എല്ലാവരും ഒരു കാര്യം നമ്മൾ ഇതിനകത്തുനിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. പലപ്പോഴും നമ്മൾ അവിശ്വസ്തത കാണിക്കുന്നു, പലപ്പോഴും നമ്മൾ അനുസരണക്കേട് കാണിക്കുന്നു, പലപ്പോഴും ഒക്കെ കൃപായുഗമാണ് എന്നും പറഞ്ഞ് തോന്നുന്ന പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നും സഭയുടെ അംഗങ്ങളായ വിശ്വാസികൾ പോലും. അവിടെയെല്ലാം ദൈവത്തിൻ്റെ ന്യായവിധിയോ ദൈവത്തിൻ്റെ ക്രോധം ഇരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ ഉള്ളത് ദൈവത്തിൻ്റെ മഹാദയും ദീർഘക്ഷമയും തന്നെയുമല്ല, ദൈവത്തിൻ്റെ ക്രോധം, നമ്മൾ മേൽ വരാനിരുന്ന ക്രോധം ക്രിസ്തുവിൻ്റെ മേൽ എന്നേക്കുമായിട്ട് പിതാവ് ക്രിസ്തുവിനെ യാഗം ചെയ്തപ്പോൾ എന്നേക്കുമായിട്ട് ക്രിസ്തുവിൻ്റെ മേൽ ആ ക്രോധം മുഴുവൻ ദൈവം ചൊരിഞ്ഞു. എങ്കിൽ പോലും അവിശ്വാസികൾക്ക് എതിരെ വിശ്വസിക്കാത്തവർക്ക് റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ക്രോധം വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ 1-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ക്രോധം വെളിപ്പെട്ടു. അത് ദൈവം പിശാചിൻ്റെ ഓരോ ദുഷ്പ്രവർത്തികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് റോമാലേഖനം 1-ാം അധ്യായത്തിൽ കാണുന്നു. 2-ാം അധ്യായത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ ക്രോധത്തെ കൂട്ടി ശേഖരിച്ച് വെച്ചു അവസാനം പിശാചിൻ്റെ ദൂതന്മാരെ ഒന്നിച്ചുകൂട്ട് നരകത്തിലിടുമ്പോൾ 2-ാം അധ്യായത്തിൽ കാണുന്നു ഈ ക്രോധം മൊത്തമായിട്ട് വെളിപ്പെട്ട് വരുന്ന, അല്ലാതെ മുഴുവനെ ഈ ക്രോധം ചെലവാകുന്നതുമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ വിശ്വാസികൾക്ക് നമുക്ക് ഏറ്റവും ആശ്വസിക്കാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ ന്യായവിധി വരാതിരിക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ലും നമ്മൾ വായിക്കുന്നത് ഈ ദൈവത്തിൻ്റെ മഹാദയെ കാരണം അവരെ കൺസ്യൂം ചെയ്യുന്നില്ല, അല്ലെ ഇല്ലാതാക്കുന്നില്ല. അവൻ്റെ കമ്പാഷൻ അത് പരാജയപ്പെടുന്നില്ല, മഹാദയ പരാജയപ്പെടുന്നില്ല. അവൻ്റെ അവൻ്റെ വിശ്വസ്തതയോ എല്ലാം രാവിലെയും പുതിയതായിരിക്കുന്നതാണ് വിലാപങ്ങളുടെ പുസ്തകം 3-ന്റെ 22-ലും 23-ലും നമുക്ക് വായിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടേ ദൈവം എത്രയോ തവണ നമ്മളെ ഓരോരുത്തരെയും ശിക്ഷിക്കേണ്ടതായിരുന്നു, ന്യായം വിധിക്കേണ്ടതായിരുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ ഇന്നലത്തെ മഹാദയയല്ല ഇന്നലത്തെ വിശ്വസ്തതയല്ല, നമുക്ക് എല്ലാ ദിവസവും പുതിയ വിശ്വസ്തത. ഗ്രേറ്റ് ഇസ് ദൈ mercy is new every morning. mercy is new എല്ലാ ദിവസം രാവിലെ ദൈവത്തിൻ്റെ കാരണം പുതിയ ഒരു സ്റ്റോക്കാണ് നമുക്ക് വരുന്നത്. ചിന്തിക്കുക, ദൈവം നോക്കിയിരിക്കുകയൊന്നുമല്ല മനുഷ്യനെ ന്യായം വിധിക്കാൻ. പലപ്പോഴും നമ്മുടെ കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഇവനെ ദൈവം ന്യായം വിധിച്ചേ ഒക്കത്തുള്ളൂ നമ്മൾ മനസ്സിൽ പറയും. അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട അതും സ്വയനീതിയിലെ ഉള്ള ആ ആത്മാവിലാണ് നമ്മളത് പറയുന്നത്. പക്ഷെങ്കിൽ ദൈവം നോക്കിയിരിക്കുകയല്ല എങ്ങനെയെങ്കിലും മനുഷ്യനെ ഒന്ന് ന്യായം വിധിക്കണമെന്ന്. കാരണം ന്യായം വിധി
മനുഷ്യനെ ഒരിക്കലും, അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കുമ്പോൾ ശരിയാണ്, ദൈവം നമ്മളെ ശിക്ഷിച്ചില്ലെങ്കിൽ വഴി തെറ്റിപ്പോകും. അപ്പൻ മക്കളെ ശിക്ഷിക്കുന്ന പോലെ തന്നെയാണ് ദൈവമക്കളെ ശിക്ഷിക്കുന്നത്. അത് നശിപ്പിച്ച് കളയാനല്ല, നേരെ മറിച്ചോ നേർവഴിയിൽ വളർത്തിക്കൊണ്ട് വരാനാണ് തീത്തോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണിക്കുന്ന ദൈവകൃപ ഉദിച്ചുവല്ലോ. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ റോമാലേഖനം 2:4 നമ്മൾ വായിക്കുന്ന ഒരു വിഷയമുണ്ട്. ദൈവത്തിൻ്റെ ന്യായവിധിയല്ല, നേരെ മറിച്ച് ദൈവത്തിൻ്റെ ദീർഘക്ഷമയും മഹാദയയുമാണ് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. അപ്പം ന്യായവിധിയല്ല മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്, ദൈവത്തിൻ്റെ കരുണയും ദയയും മഹാദയയും ദീർഘക്ഷമയുമാണ് മനുഷ്യനെ നേർവഴിയിലേക്ക് നടത്തുന്നത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ അതേ ഒരു ആശയത്തിൽ നമ്മൾ കാണുന്ന മേഴ്സി റിജോയ്സത്ത് ഓവർ ജഡ്ജ്മെൻറ്റ്, ന്യായവിധിയുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ട്രയംഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മേൽ വിജയം കൊള്ളുന്നു, ട്രയംഫ് ചെയ്യുന്നു. ചിന്തിക്കുക, എന്താണ് ഈ ദൈവജനത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം? ഇങ്ങോട്ട് മിസ്രൈമിൽ നിന്ന് ഒന്ന് ഇറങ്ങി വന്നതേ ഉള്ളൂ. അപ്പോഴത്തേന് കൽപ്പന കൈ കിട്ടുന്നതിന് മുമ്പേ ഇവർ ദൈവത്തിനെതിരെ തിരിഞ്ഞു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. അതായത്, നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ അറിഞ്ഞില്ല, നിങ്ങളുടെ ചെവി തുറന്നിട്ടില്ല, പണ്ടേ മുതൽ നിങ്ങളുടെ ചെവി തുറന്നിട്ടില്ല. ഇതാണ് ഇന്നും സഭായുഗത്തിൽ അല്ലെ കൃപായുഗത്തിൽ ദൈവജനത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തീയ ലോകം ഇത്രയും അധപ്പതിക്കാൻ കാരണവും ഇത് തന്നെയാണ് വിഷയം. ചെവി തുറന്നിട്ടില്ല. സങ്കീർത്തനം 40-ാം വാക്യത്തിൽ കൂടെ ഞാൻ ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 40-6 പറയുന്നത്, സങ്കീർത്തനം 40-6 പറയുന്നത്, എൻ്റെ ചെവി നീ തുറന്നു. അതിൻ്റെ ശരിക്കുള്ള അർത്ഥം കുഴിച്ചെന്ന്, അതായത് അടഞ്ഞിരുന്ന ചെവിയെ ദൈവം കുഴിച്ചെന്നുള്ള അർത്ഥമാണ്. ഇതാണ് നമുക്കിന്നും വേണ്ടിയത്. ഇന്നെല്ലാവർക്കും പ്രസംഗിക്കാൻ ഭയങ്കര താല്പര്യമാണ്, പക്ഷെ ആർക്കും കേൾക്കാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണ്? യെശയ്യാ പ്രവചനം 48:8 ചെവി അടച്ചു വച്ചിരിക്കുക, തുറന്നിട്ടില്ലാത്തതുകൊണ്ട്. അതാണ് സങ്കീർത്തനത്തിൽ 40 പറഞ്ഞത്, നീ എൻ്റെ ചെവി ഡഗ് ചെയ്യുന്നത്, അതായത് കുഴിച്ചെന്ന്, അടഞ്ഞിരിക്കുന്ന ചെവിയെ നീ കുഴിച്ചു. ഇതാണ് ഇന്നും നമുക്ക് ആവശ്യം. ദൈവജനത്തിന് എത്രയോ അത്യാവശ്യം. കാരണം റോമാലേഖനം 10-ാം അധ്യായത്തിൽ നമ്മളെല്ലാവർക്കും വിശ്വാസം വർദ്ധിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ വിശ്വാസം വർദ്ധിക്കുന്നത് വെറുതെ കുത്തിയിരുന്ന ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയാൽ പറ്റത്തില്ല. വിശ്വാസം വർദ്ധിക്കുന്നത് കേൾവിയാലാണ്. റോമാലേഖനം 10 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കേൾവി, ഫെയ്ത്ത് കംസ് ബൈ ഹിയറിങ്. ഈ ചിന്തകൾ നമ്മളെ ദൈവം ചിന്തിക്കാൻ, ആഴമായിട്ട് ഈ ദൈവവചനം ചിന്തിക്കാൻ നമ്മളെ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം.